ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന കീച്ചേരിക്കടവ് പാലം തകർന്ന് 2 പേർ മരിച്ച സംഭവത്തിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിച്ച് പൊതുമരാമത്ത് വകുപ്പ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെസി തോമസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ശ്രീജിത്ത്, ഓവർസിയർ യതിൻ കുമാർ എന്നിവർക്കെതിരായ നടപടിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, നേരത്തെ 2 പേർക്ക് ജീവൻ നഷ്ടമായ അപകടമാണ്. വലിയ ഞെട്ടലോടുകൂടി കേരളം കേട്ടൊരു അപകടമാണ്. അന്ന് ഉദ്യോഗസ്ഥ വീഴ്ചയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നടപടിയിലേക്കൊക്കെ കടന്നത്. ഇപ്പോൾ നടപടി പിൻവലിക്കുന്നത് എന്തുകൊണ്ടാണ്? കരാറുകാരനെതിരായ നടപടി എങ്ങനെയായിരിക്കും ഉമേഷ് ബാലകൃഷ്ണൻ? എപ്പോഴും കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ നടപടി അത് പിൻവലിച്ചിട്ടില്ല. നിലവിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി മാത്രമാണ് പിൻവലിച്ചത്. കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് ഈ അപകടം ഉണ്ടാവുകയും 2 തൊഴിലാളികൾക്ക് ദാരുണ അന്ത്യം സംഭവിക്കുകയും ചെയ്തത്. അതിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 3 പേർക്ക് സസ്പെൻഡ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെസി തോമസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ശ്രീജിത്ത്, ഓവർസിയർ യതിൻ കുമാർ എന്നിവരെയായിരുന്നു അന്ന് സസ്പെൻഡ് ചെയ്തത്. അതിനുശേഷം ഇവർ സർക്കാരിന് അപേക്ഷ നൽകി. തങ്ങൾ ബോധപൂർവം വകുപ്പിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു കളങ്കവും വരുത്തിയിട്ടില്ല, ജോലിയിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല, ഇത്തരത്തിൽ അപകടത്തിന് കാരണമാകുന്ന തരത്തിൽ ബോധപൂർവം ഒരു പ്രവൃത്തിയും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള സസ്പെൻഷൻ തങ്ങൾക്ക് വലിയ വിഷമമുണ്ടായെന്നും സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്ന് ഇവർ സർക്കാരിനോട് അപേക്ഷിച്ചു. ഈ അപേക്ഷ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർവീസിൽ തിരിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷേ ഇവർ തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചാലും ഇവരുടെ അന്വേഷണത്തെ ഈ ജോലിയിൽ പ്രവേശിക്കുന്നത് ബാധിക്കില്ല എന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇവരെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 4-ന് ഈ അപകടം ഉണ്ടാകുകയും ഓഗസ്റ്റ് 8-ന് ഇവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ അവരെ തിരിച്ചെടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അവർ തിരികെ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതേസമയം ഇതിൽ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഒരു ആരോപണം ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ അതിൻ്റെ അലൈൻമെൻ്റ് അടക്കമുള്ളവ അശാസ്ത്രീയമാണ് എന്നും അതിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരടക്കം ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അക്കാര്യങ്ങളെല്ലാം തുടരന്വേഷണത്തിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. രജിത്ത്, ശരി, 3 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് സസ്പെൻഷൻ നീക്കിക്കൊണ്ട് തിരിച്ചെടുത്തിരിക്കുന്നത്. ഇവർ ജോലിയിൽ തിരികെ പ്രവേശിച്ചാലും അതിന്റെ അന്വേഷണത്തെ അത് ബാധിക്കില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത്. അന്വേഷണം പൂർത്തിയായിട്ടില്ല, അന്വേഷണം തുടരുന്നുവെന്നാണ് അധികൃതരുടെ വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.